നമസ്കാരം. മെയ് 4 പെട്ടിപ്പൊട്ടിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഹൈറേഞ്ച് ജില്ലയാണ് ഇടുക്കി. നിലവിൽ LDF അപ്രമാദിത്വം ഉള്ള ജില്ലയിൽ ഇക്കുറി ചിത്രം മാറുകയാണോ? കർഷക രോഷവും ഭൂപ്രശ്നങ്ങളും വോട്ടായി മാറുമോ? ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക്. 5 മണ്ഡലങ്ങളുള്ള ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 4 വിജയിച്ച് LDF കരുത്ത് തെളിയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ചിത്രം അല്പം സങ്കീർണമാണ്. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ 6ാം തവണയും ജനവിധി തേടുമ്പോൾ കോൺഗ്രസ് നേരിട്ടാണ് ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. റോയിക പൗലോസിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള സീറ്റ് ഏറ്റെടുത്ത കോൺഗ്രസിന്റെ നീക്കം വിജയകരമാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. തൊടുപുഴയിൽ PJ ജോസഫിന് ശേഷം മകൻ അപ്പു ജോൺ ജോസഫ് അംഗത്തിനിറങ്ങുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയായ ഇവിടെ അപ്പുവിന്റെ കന്നി പോരാട്ടം UDFന് അഭിമാന പ്രശ്നമാണ്. സിറിയക്ക് ചാഴികാടൻ LDFനായി ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം മുൻ MLA KK ജയചന്ദ്രനാണ് ഇത്തവണ LDF പ്രതിനിധി. മണ്ഡലം നിലനിർത്തുക എന്നത് LDFന് അനിവാര്യമാണ്. സേനാപതി വേണുവിലൂടെ UDF അട്ടിമറി പ്രതീക്ഷിക്കുന്നു. ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ വോട്ടുകൾ നിർണായകമാകും. ദേവികുളത്ത് മുൻ MLA S രാജേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി എത്തിയത് മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പീരുമേടിൽ സീറ്റ് നിലനിർത്താൻ LDF സ്ഥാനാർത്ഥി K സലിംകുമാറും തിരിച്ചുപിടിക്കാൻ UDFന്റെ സിറിയക്ക് തോമസും കഠിന പ്രയത്നത്തിലാണ്. വന്യജീവി ആക്രമണങ്ങൾ, ബഫർ സോൺ, പട്ടയ പ്രശ്നങ്ങൾ എന്നിവയാണ് ഇത്തവണ ജില്ലയിലെ പ്രധാന ചർച്ചാവിഷയങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കുമോ അതോ സർക്കാരിന്റെ വികസന പദ്ധതികൾ LDFന് തുണയാകുമോ? ഹൈറേഞ്ചിന്റെ വിധി അറിയാൻ ഇനി വോട്ടെണ്ണുന്നതുവരെ കാത്തിരിക്കാം. ഇടുക്കിയിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.